അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി മാറ്റിയതിന് യേശുവിനും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അനുമോൾ ജോർജ്. ഞാൻ തലയോലപ്പറമ്പ് സെൻറ്റ് ജോർജ് ഇടവകക്കപ്പാട്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഡിസംബർ 19-നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് നേഴ്സിംഗ് പഠിച്ചിരുന്ന സമയത്ത് 4th ഇയർ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ 15 ഫ്രണ്ട്സ് പാസ്സാവാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിയോഗം വെച്ചിരുന്നത്. കോവിഡ് ബാച്ചായിരുന്നുകൊണ്ട് നല്ല ടഫായിരുന്നു എക്സാമും. അതുപോലെ നമുക്ക് പഠിക്കാനായിട്ട് അധികം സമയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നില്ല. എക്സാം നല്ല ടഫായിരുന്നു. ഞങ്ങൾ 15 പേരിൽ 14 പേരും പാസ്സായി. അമ്മ അനുഗ്രഹിച്ചു. എക്സാമിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഹിന്ദു പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഉപ്പും തേനും അമ്മയുടെ എണ്ണയും ഉപയോഗിച്ചായിരുന്നു ഞങ്ങളെല്ലാവരും എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. തൈലം ഉപയോഗിച്ചാണ് ഞങ്ങൾ എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. എക്സാമിൻ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു, ഞങ്ങളെല്ലാവരും പാസ്സാകുമോ ഇല്ലയോ എന്ന്. ബട്ട് ഞങ്ങളെല്ലാവരും പാസ്സായി. 15 പേരിൽ 14 പേരും പാസ്സായി. അതിനുശേഷം സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും ജോലി ആയില്ലേ എന്ന്. ഞാനിവിടെ വന്ന് അത് കഴിഞ്ഞ് 2ാമത്തെ നിയോഗം വെച്ചത് എനിക്കൊരു ജോലി നൽകാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്ത് തന്നെ അമ്മ എനിക്ക് ആ മന്ത് തന്നെ എനിക്ക് ജോലി ലഭിച്ചു. ഞാൻ ഹൈദരാബാദിലൊരു ഹോസ്പിറ്റലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ സൗദി പ്രോമെട്രിക് എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടായിരുന്നു അടുത്ത നിയോഗം വെച്ചിരുന്നത്. ഞാൻ റിസൈൻ വെച്ചിട്ടാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ എക്സാം ഞാൻ ബാംഗ്ലൂർ പോയാണ് എഴുതിയിരുന്നത്. അപ്പോൾ അടുത്തുള്ളൊരു ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ബാംഗ്ലൂർ എക്സാം എഴുതാൻ പോകുന്ന സമയത്തും എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിലും അവിടെ ചെല്ലുമ്പം നമുക്ക് നല്ല ടെൻഷനായിരുന്നു. എക്സാം പാസ്സാവുമോ, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടായിരുന്നു എക്സാം എഴുതാൻ പോകുന്ന ഹോസ്റ്റലിൽ നിന്ന് എക്സാം എഴുതാൻ പോകുന്നിടത്ത് വരെയും കൊന്ത ചൊല്ലിക്കൊണ്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അവിടെ ചെന്ന് ഞാൻ ഉപ്പും ആരും കാണാത്തൊരു സ്ഥലത്ത് ഉപ്പും വിതറിയിട്ടും മാതാവിൻ്റെ തൈലം ഉപയോഗിച്ചും കാശുരൂപം വെച്ചാണ് എക്സാം എഴുതിയത്. ആദ്യത്തെ എക്സാം ഞങ്ങൾക്ക് 2 പാർട്ടായിട്ടായിരുന്നു എക്സാം. ഫസ്റ്റ് പാർട്ടിൽ തന്നെ നല്ല കഷ്ടമായിരുന്നു, നല്ല ടഫായിരുന്നു. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, എല്ലാവരും പറയും മാതാവിൻ്റെ എന്തേലും മാതാവ് എല്ലാവർക്കും ഇതുപോലെ എന്തേലും അടയാളങ്ങൾ നൽകുമെന്ന്. ഞാനും പ്രാർത്ഥിച്ചു എനിക്കും എന്തായാലും അടയാളം തരണമെന്ന്. ബട്ട് എനിക്കൊന്നും കിട്ടിയില്ലായിരുന്നു അന്ന് ആ ടൈമിൽ. പക്ഷേ ആകെ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ കളർ ഡ്രസ്സിട്ട ആൾക്കാരായിരുന്നു അവിടെ മൊത്തവും ഉണ്ടായിരുന്നത്. അപ്പം തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് കൂടെ ഉണ്ടെന്ന്. 2ാം പാർട്ട് വന്നപ്പോൾ ഇതുപോലെ തന്നെ നല്ല ടഫായിരുന്നു. എക്സാം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അച്ഛനെപ്പോഴും പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആയിരുന്നു. എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചെന്ന് എനിക്ക് കറക്റ്റ് മാർക്ക് തരുന്ന അനുഗ്രഹിക്കണമെന്നായിരുന്നു. കറക്റ്റ് മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എക്സാം പാസ്സായി കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇതുപോലെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഏജൻസിയിൽ പോയിരുന്നു. ഞങ്ങൾ 3 പേരായിരുന്നു പോയിരുന്നത്. അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഏജൻസി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു ആണ് ആദ്യം കണ്ടിരുന്നത്. എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു സമാധാനമായി. ഫസ്റ്റ് ടൈമായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. എനിക്കൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും എന്താണ് പറയണത്, എനിക്ക് ഒന്നും കിട്ടാൻ നല്ല ടെൻഷനായിരുന്നു. അവിടെ വന്നിരുന്ന ഭൂരിഭാഗം പേരും 1 or 2 തവണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുള്ളവരായിരുന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതിനുശേഷം അവരെന്നോട് പറഞ്ഞു നല്ല ഇൻ്റർവ്യൂസിൽ നല്ല സപ്പോർട്ടീവായിരുന്നു. എന്നോട് പറഞ്ഞു ഇനി കൂളായിട്ടിരിക്കുക, എന്തിനാ ടെൻഷൻ അടിക്കണേ, അങ്ങനെയൊക്കെ അവർ സംസാരിച്ചു. എന്തായാലും ഞങ്ങൾ 3 പേര് പോയില്ല, എനിക്ക് മാത്രമാണ് ആ ഇൻ്റർവ്യൂ കിട്ടിയിരുന്നത്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയത്. എല്ലാവർക്കും പ്രോസസ്സിങ് നല്ല ഡിലേ ആയിരുന്നു. എന്നെക്കാളും മുന്നേ പ്രോസസ്സിങ് നടന്ന ആർക്കും ഒന്നും സെറ്റാവാത്തതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു എന്താവും എന്നുള്ളത്. ഞാൻ എല്ലാം മാതാവിന് വിട്ടുകൊടുത്തിരിക്കുമായിരുന്നു. പക്ഷേ 1.5 മാസത്തിനുള്ളിൽ എൻ്റെ പ്രോസസ്സിങ് എല്ലാം നടന്നു. 1 വർഷം നടക്കേണ്ട പ്രോസസ്സിങ്ങാണ് 1.5 മാസം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് നടന്നത്. ഷോർട്ട് ടൈം പീരീഡിനുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു. ഈ വരുന്ന തിങ്കളാഴ്ച ഞാൻ സൗദിക്ക് പോവുകയാണ്. പിന്നെ മൺഡേ ഞാൻ പോകുകയാണ്. മെഡിക്കൽ വന്നപ്പോഴും അതുപോലെ വിസയ്ക്ക് പോയപ്പോഴെല്ലാം നല്ല പേടിയായിരുന്നു കിട്ടുമോ ഇല്ലയോ എന്ന്. മെഡിക്കലിൽ പോകുന്നവർ കൂടുതലും പേരും പറയുന്നത് ആർക്കും മെഡിക്കൽ കിട്ടുന്നില്ല, അങ്ങനെ ഇതായിരുന്നു. ഞാൻ കാശുരൂപം വെച്ചാണ് മെഡിക്കലിന് പോയത്. എല്ലാം
വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ മെഡിക്കലിന് ഓരോ ടെസ്റ്റ് ചെയ്തപ്പോഴും കാശ് രൂപം വെച്ചാണ് ഞാൻ പോയിരുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് മെഡിക്കലും കിട്ടി, വിസയും കിട്ടി. ഈ മൺഡേ ഞാൻ സൗദിക്ക് പോവുകയാണ്. എനിക്ക് മാതാവ് തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി. കാരുണ്യപ്രവൃത്തിയായി ഞാൻ ചെയ്തത് എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. മെയിൻ കാരണം എനിക്കാകെ മടിയായിരുന്നു രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാനൊക്കെ. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി. ജപമാല തന്നെ നിന്ന് ചെല്ലുമായിരുന്നു. കുടുംബ പ്രാർത്ഥനയിൽ പങ്കാളിയാകുമായിരുന്നു. അതുപോലെ തന്നെ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ആ ശീലമൊന്നും ഇല്ലായിരുന്നു. ഉടമ്പടി എടുത്തതിലൂടെ ഞാൻ എല്ലാ ദിവസവും വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഒരു വചനപ്പെട്ടിയിൽ നിന്ന് ഒരു വചനം എടുത്ത് അതെഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഇവിടുന്ന് മേടിച്ച് മെഡിക്കൽ കോളേജുകളിലും വഴിയോരങ്ങളിലും എല്ലാം കൊടുക്കുമായിരുന്നു. രോഗി സന്ദർശനം നടത്തി. പിന്നെ ഭക്ഷണപ്പൊതി കൊടുക്കുമായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം കോട്ടയം ഇങ്ങനെ ഭക്ഷണം കിട്ടാത്തവർക്കായിട്ട് ഭക്ഷണം പൊതിച്ചോറായി കൊണ്ട് കൊടുക്കുമായിരുന്നു. എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും യേശുവിനും മാതാവിനും 1000 നന്ദി. അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ. സങ്കീർത്തനം 20:4 ഉടമ്പടിയിൽ ദൈവഹിതത്തോട് ചേർന്ന് ഹൃദയാഭിലാഷങ്ങളാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയും വിശ്വാസവും പ്രവൃത്തിയും ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ പദ്ധതികളാണ് ദൈവം വഴിതെളിക്കുന്നത്. ഉടമ്പടിയിൽ സമർപ്പിച്ച നമ്മുടെ അഭിലാഷങ്ങൾ കൃപാസനം അമ്മയാണ് ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവഹിതത്തിനനുസരിച്ചവ ഉടമ്പടിയിൽ ഉടനടി പരിഹാരമാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ദൈവം വൈകിക്കുമെങ്കിലും അത് വലിയ പദ്ധതികളായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ടാണ് നാം സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിമോൾ ജോർജ് എന്ന മകളുടെ സാക്ഷ്യത്തിലും ദൈവം വലിയ ഒരു ഹൃദയാഭിലാഷം സാധിച്ചു നൽകിയ ഒരു സാക്ഷ്യമാണ് സാക്ഷ്യപ്പെടുത്തിയത്. അനുമോൾ പറഞ്ഞതുപോലെ ആദ്യം നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരൊരു ഗ്രൂപ്പായിട്ടാണ് പ്രാർത്ഥിച്ചതും അവർ ഗ്രൂപ്പായിട്ട് തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കുവാനും പിന്നീട് ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് ആയിരുന്നു. അതിന് പ്രോമെട്രിക് എക്സാമിൻ്റെ സമയത്തും പഠിച്ചതൊന്നും വന്നില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൃപയായിട്ടാണ് ആ എക്സാം പാസ്സാകാൻ സാധിച്ചെന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് ആ പരീക്ഷ പാസ്സാകാൻ സാധിച്ചെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ 3 പേര് പോയിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരാളെ മാത്രം സെലക്ട് ആയത്. അത് ദൈവം ഈ മകളെ സെലക്ട് ചെയ്തെങ്കിൽ അത് ഉടമ്പടിയിലുള്ള മകളായതുകൊണ്ടായിരിക്കാം, ആ മകളുടെ ഹൃദയാഭിലാഷമായിരിക്കാം ഒരുപക്ഷെ ദൈവം സാധിച്ചു കൊടുത്തത്. അങ്ങനെ അവിടെയും ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിക്കുകയും അവിടെ ചെന്നപ്പോൾ തന്നെ മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ചെറിയ മാതാവിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി അമ്മേൻ്റെ കൂടെയുണ്ട് എന്ന്. അമ്മേൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ പാസ്സാകാൻ സഹായിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസാണ് ഈ മകൾക്ക് കിട്ടിയത്. പിന്നീട് 1 വർഷത്തോളം സാധാരണ എടുക്കാറുള്ള ഒരു പ്രൊസീഡിങ്സാണ്. പക്ഷെങ്കിൽ ഇവിടെ വെറും 1.5 മാസം കൊണ്ടാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുകയായിരുന്നു. എല്ലാ പ്രൊസീഡിങ്സും പേപ്പേഴ്സും എല്ലാം റെഡിയായി, വിസ റെഡിയായി. ഈ മകളും ഏപ്രിൽ 13 സൗദിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നഴ്സായിട്ട് പോവുകയാണ്. ഈശോയുടെയും അമ്മയുടെയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷിയായിട്ടാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് പോകുന്നതിന് മുമ്പ് ഈ മകൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എല്ലാം കാര്യങ്ങളും മുന്നോട്ട് പോകാനും എല്ലാം എത്ര പെട്ടെന്ന്, അതായത് സമയചുരുക്കത്തിൻ്റെ അമ്മയാണ് നമുക്കറിയാം. കാരണം കാനായിൽ എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ സമയമാക്കിയ ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ള കൃപാസനം അമ്മ. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിലെത്തിയ അമ്മയോടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആ അമ്മ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പാലിക്കുന്ന മക്കളെ ആരുടെയും പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ല, അവരുടെ കണ്ണുനീര് തുടയ്ക്കാതിരുന്നിട്ടില്ല. അങ്ങനെ ഈ മകളുടെ ആഗ്രഹവും സാധിച്ചു കൊടുത്തായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ എന്നാണ് സങ്കീർത്തനം വായിച്ചത് കേട്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചാണെങ്കിൽ അത് സാധിച്ചു തരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ ഉദ്യമങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.
ഈശോയും അമ്മയും കഴിഞ്ഞ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും അനുമോൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, ഈ പ്രത്യേകമായിട്ട് ഈ ജോലി നൽകിയതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.